കുവൈറ്റിൽ അപ്പാർട്ട്മെൻറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളി കുടുംബത്തിലെ 4 പേർ മരിച്ചു എന്ന വാർത്തയാണ് ഇന്ന് പുലർച്ചെ തന്നെ വന്നത്. തിരുവല്ല നീരേറ്റുപുറം സ്വദേശികളായ മാത്യു മുളയ്ക്കൽ, ഭാര്യ ലിനി, 2 മക്കളടങ്ങുന്ന കുടുംബമാണ് മരിച്ചത്. അബ്ബാസിയയിലെ അൽ ജലീബ് മേഖലയിലാണ് ദുരന്തമുണ്ടായത്. വിവരങ്ങളുമായി ഷിംസ് സെബാസ്റ്റ്യൻ ഒപ്പം ചേരുന്നുണ്ട്. ഷിംസ്, എന്താണ് വിവരങ്ങൾ? കൃഷ്ണരാജ്, കുവൈറ്റ് നമുക്ക് വീണ്ടും വേദന സമ്മാനിക്കുകയാണ്. കഴിഞ്ഞ മാസമാണ് 25 മലയാളികളടക്കം 46 ഭാരതീയർ മരിച്ച തീപിടുത്തം ഉണ്ടായത്. അത് ഉണ്ടായി ദിവസങ്ങൾക്കകമാണ് ഇപ്പോൾ ഇവിടുത്തെ തീപിടുത്തത്തിന്റെ ഒരു ദുരന്ത വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നത്. കുവൈറ്റിലെ അബ്ബാസി ഫ്ളാറ്റിന് തീപിടിച്ച് മലയാളി കുടുംബത്തിൽ 4 പേരാണ് മരിച്ചത്. പത്തനംതിട്ട തിരുവല്ല നീരേറ്റുപുരം സ്വദേശി മാത്യു മുളയ്ക്കൽ, ഭാര്യ ലിനി എബ്രഹാം, ഇവരുടെ 2 മക്കൾ എന്നിവരാണ് മരിച്ചത്. അവധിക്ക് പോയ കുടുംബം ഇവർ ഇന്നലെയാണ് തിരിച്ചെത്തിയത്. ഇന്നലെ നാട്ടിൽ നിന്ന് തിരിച്ചെത്തി ആ രാത്രി തന്നെയായിരുന്നു അപകടം ഉണ്ടായത്. എല്ലാവരും നാട്ടിൽ നിന്ന് വന്ന് വീട്ടിൽ ഫ്ളാറ്റിൽ കിടന്നുറങ്ങുന്ന സമയത്തായിരുന്നു തീപിടുത്തം ഉണ്ടായത്. AC-യിൽ നിന്ന് തീപിടുത്തമുണ്ടായ പരിശോധിച്ചാണ് മരണകാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. അഗ്നിശമന സേന തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിന് കാരണം AC-യിൽ നിന്നുണ്ടായ തീയാണെന്നാണ് പറയുന്നുണ്ടെങ്കിലും കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രം അതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. അതായത് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ബാങ്കിംഗ് മേഖലയിലാണ് മാത്യു ജോലി ചെയ്തിരുന്നത്. അദാൻ ആശുപത്രിയിലെ നേഴ്സായിരുന്നു മരിച്ച ലിനി എബ്രഹാം. കൃഷ്ണരാജ്, എന്തായാലും വേദനിപ്പിക്കുന്നൊരു വാർത്തയാണ് വരുന്നത്. കുവൈറ്റിൽ ഷിൻസ് തന്നെ പറഞ്ഞതുപോലെ മലയാളികൾ ആയിട്ടില്ല. വേദനിപ്പിക്കുന്ന വാർത്ത വന്ന് 1 മാസം തികഞ്ഞിട്ടില്ല. അതിനു മുമ്പ് അടുത്ത വാർത്ത വരുന്നു. ദാരുണാന്ത്യമാണ്. 4 പേർക്ക്, അച്ഛൻ, അമ്മ, 2 മക്കൾ.